കരുവന്നൂർ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണം പാർട്ടി കൈപ്പറ്റിയെന്നും ഇഡി കണ്ടെത്തി. സിപിഎമ്മിന്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉൾപ്പെടെ 29.5 കോടി രൂപയുടെ സ്വത്തുവകകളും ഇഡി കണ്ടുകെട്ടി. ഇനി സിപിഎം സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടെ ഇഡി പ്രതി ചേർക്കും. കരുവന്നൂരിൽ സിപിഎം തളരുമ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് മുന്നിൽ സല്യൂട്ടടികൾ ഉയരുകയാണ്. കരുവന്നൂർ പ്രതികളെ കാണാൻ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ മുഖ്യമന്ത്രിയും അന്വേഷണ പരിധിയിൽ വന്നേക്കും. സിപിഎമ്മിന്റെ 76 ലക്ഷത്തോളം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. പാർട്ടിയുടെ 8 അക്കൗണ്ടുകളും പുറത്തുശ്ശേരി പാർട്ടി കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമിയും കണ്ടുകെട്ടിയിട്ടുണ്ട്. തൃശൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എം വർഗീസിന്റെ പേരിലാണ് സ്വത്തുക്കൾ. സിപിഎമ്മിന്റേതടക്കം 9 പേരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. പ്രതി ചേർക്കപ്പെട്ട മറ്റ് വ്യക്തികൾ അനധികൃതമായി ബാങ്കിൽ നിന്നും പണം സമ്പാദിച്ചവരാണ്. രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ മുമ്പാണ് ഇപ്പോഴത്തെ നടപടി. അതേസമയം സ്വത്ത് മരവിപ്പിച്ചതായുള്ള ഒരു അറിയിപ്പും തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് എം വർഗീസ് പ്രതികരിച്ചു. കരുവന്നൂർ കേസിലെ ഇഡി നടപടി ന്യായീകരിച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തി. കേസെടുക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയാണോ എന്ന് നോക്കിയല്ല എന്ന് പറഞ്ഞ ഗവർണർ നടപടി നിയമലംഘനം ഉള്ളതുകൊണ്ടെന്നും വ്യക്തമാക്കി. ഇന്നലെയാണ് കരുവന്നൂർ കള്ളപ്പണ കേസിൽ ഇഡി നിർണായക നടപടി സ്വീകരിച്ചത്. സിപിഎമ്മിന്റെ സ്ഥലം അടക്കം 29 കോടിയുടെ സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടിയിട്ടുണ്ട്. സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിന്റെ പേരിലുള്ള പുറത്തുശ്ശേരി പാർട്ടി കമ്മിറ്റി ഓഫീസിന്റെ സ്ഥലവും സിപിഎമ്മിന്റെ 60 ലക്ഷം രൂപയുടെ 8 ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമാണ് ഇഡി പിടിച്ചെടുത്തത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 3ാം ഘട്ട സ്വത്ത് മരവിപ്പിക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനേത്. 29 കോടിയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. കണ്ടുകെട്ടിയതിൽ അധികവും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തവയുടെ സ്വത്തുക്കളാണ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ സിപിഎം തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവും ഇടപാടിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സ്വത്തുക്കൾ കൂടി മരവിപ്പിക്കുന്നത്. നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നത്. കരുവന്നൂർ ബാങ്കിൽ സിപിഎമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്ന് എൻഫോഴ്സ്മെന്റ് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് വിഷയത്തിൽ സിപിഎം പൂർണ്ണമായും ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയെ മോദി തൃശൂരിൽ ഇറക്കി ജയിപ്പിച്ചത്. പാർട്ടിക്കാരായ സാധാരണക്കാർ പോലും സിപിഎമ്മിൽ നിന്ന് അകന്നുവെന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കി. തട്ടിപ്പിന്റെ പേരിൽ സിപിഎമ്മിലെ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് അവസരം സുരേഷ് ഗോപിയിലൂടെ മുതലെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സുരേഷ് ഗോപിയുടെ പദയാത്ര കൂടി കഴിഞ്ഞതോടെ സിപിഎമ്മിൽ ഒറ്റപ്പെടൽ പൂർണ്ണമായിരുന്നു. പദയാത്രയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയും ജനശ്രദ്ധയുമാണ് ലഭിച്ചത്. ഇത് സിപിഎമ്മുകാരെ വല്ലാതെ അലോസരപ്പെടുത്തി. കഴിഞ്ഞ 6-7 വർഷമായി കരുവന്നൂർ അഴിമതി പാർട്ടി മൂടിപ്പൊതിഞ്ഞ നേതാക്കളെ സംരക്ഷിച്ചു വരികയായിരുന്നു. ഇഡി വന്നതോടുകൂടി സംരക്ഷണം അസാധ്യമായി. അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ വന്ന പദയാത്ര പാർട്ടിയുണ്ടാക്കിയ തിരിച്ചടി അത്ര ചെറുതല്ല. എവിടെ നിന്നെങ്കിലും കുറെ പണം കരുവന്നൂരിൽ എത്തിച്ച് കുറെ പേർക്കെങ്കിലും നൽകി തലയൂരാനാണ് ശ്രമം സിപിഎം നടത്തിയത്. 50 കോടി പലയിടങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കാൻ സഹകരണ മന്ത്രി VN വാസവൻ ശ്രമിച്ചു. എന്നാൽ ഗോപി കോട്ടമുറിക്കൽ ഇതിന് തടസ്സം നിന്നു. കേരള ബാങ്കിലെ പണം വകമാറ്റിയാൽ മാറി വരുന്ന സർക്കാർ തന്നെ അകത്താകുമെന്ന ഭയം കോട്ടമുറിക്കലിന് ഉണ്ട്. പണം പോയി തകർന്നവർ പാർട്ടിയെ കൈവെടിയുകയും ചെയ്തു. ഈ വമ്പൻ തട്ടിപ്പ് കണ്ട് ഞെട്ടിത്തരിച്ച മറ്റ് പ്രവർത്തകർക്കും ഇതിൽ അസാമാന്യമായ രോക്ഷമുണ്ട്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ നിത്യേന 3 നേരം നൽകുന്ന പ്രസ്താവനകൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല. ഇഡിയെ ഉപയോഗിച്ച് വേട്ടയാടുകയാണ് എന്ന ആരോപണം പാർട്ടിക്കാർ പോലും വിശ്വസിച്ചിട്ടില്ല.